അഖിലഹു അൻഫിഖു. ഖുർആൻ ഏറ്റവും കൂടുതൽ നരകം, ഏറ്റവും ഭയാനകമായ നരകം ആർക്കാണ് അറിയോ? സൂറത്തുൽ ഹുമസയിൽ പറഞ്ഞവരാണ് ഏറ്റവും വലിയ നരകക്കാർ. ഖുർആനിൽ പറഞ്ഞ ഏറ്റവും മോശപ്പെട്ട നരകം സൂറത്തുൽ ഹുമസയിൽ പറയപ്പെട്ടവർക്കാണ്. ഏതാണ് സൂറത്തുൽ ഹുമസ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബലന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുൽ ലതീ തത്വലു അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുസ്വദ ഫീ അമദിൻ മുമദ്ദദ. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആക്ഷേപിക്കുന്നവർക്കാണ് വൈൽ എന്ന നരകം. അവരാരും നിസ്സാരപ്പെടുത്തും. യഹ്സബു, അവൻ വിചാരിക്കുന്നത് അന്ന മാലഹു അഖ്ലദ, അവന്റെ ധനമാണ് അവനെ നിലനിർത്തുന്നത് എന്നാണ്. അല്ലദീ ജമഅ മാലൻ, അവന്റെ പണി എപ്പോഴും മുതലുണ്ടാക്കുക. വഅദ്ദദഹു, അതിന് എണ്ണലുമാണ്. എണ്ണൽ ഒരാൾക്ക് ഒരു ഹാബിറ്റായി തീർന്നാൽ എന്ത് ചെയ്യൂല? ഭാര്യയുടെ കുട്ടികളെ ചെലവാക്കൂല. എണ്ണൽ ഒരു ഭയങ്കര താല്പര്യ. പിന്നെ എന്താവൂല എണ്ണൽ. മനസ്സിലായി പറഞ്ഞത്? ഒരുത്തം പൈസ എടുത്തുവെച്ച് എണ്ണി ഗൾഫിൽ പോയി 1ാം ശമ്പളം കിട്ടി, അതിവിടെ എണ്ണി ഇവിടെ വെച്ച്. 2ാം ശമ്പളം കിട്ടി, അതും എന്ത് ചെയ്ത് ഭാര്യയുടെ കുട്ടിയെ എടുത്തുവെച്ച് എണ്ണി. പിന്നെ എല്ലാം വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച ലീവാണ്. ലീവിന്റെ അന്നൊക്കെ കാര്യമായ പണി എന്താവും? ഒന്നും കൂടി എടുത്തിട്ട് എണ്ണി നോക്കണം. ഓൻ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? സത്യത്തിൽ ബിരിയാണി ഒക്കെ കഴിക്കേണ്ട ദിവസം ഈ കുടുംബക്കാരെ നാട്ടുകാരെ റൂമിലേക്ക് വിരുന്നു പോകാന്നല്ലാതെ അവന്റെ റൂമിൽ ഓൻ ബിരിയാണി ഉണ്ടാക്കൂല. എന്തുകൊണ്ട്? എന്താണടാ പ്രശ്നങ്ങള്? അന്തല്ലാത്ത പോലെയാണല്ലോ ഇരിക്കുന്നത്. അവൻ തൽക്കാലം കുടുംബക്കാരെ നാട്ടുകാരെ ഒക്കെ റൂമിലേക്ക് വെള്ളിയാഴ്ച ദിവസം ബിരിയാണി തിന്നാനുള്ള പൂതി സ്വാഭാവികമായും ഇവനുണ്ടാവും. ബിരിയാണി തിന്നണമെന്ന പൂതി ഇവനുണ്ടാവും. അതേ സമയത്ത് ചിലവന് ചൂടാനുള്ള പൂതി ഉണ്ടാവും. അപ്പോൾ പിന്നെ നഫ്സ് ഇവനോട് എന്താ ആവശ്യപ്പെടും? എന്തുകൊണ്ട്? അല്ലാതെ ജമഅ മാലൻ വഅദ്ദദഹു. ജമഅ മാലൻ പരമാവധി ജമഅ ചെയ്യാം. വഅദ്ദദഹു പിന്നെ രസം. വഅദ്ദദഹു എണ്ണിയ പിന്നെ എണ്ണ. ഇവനറിയത്തിനൊന്നും പോയിട്ടില്ല, ഇതിക്കൊന്നും കൂടിയിട്ടില്ല. എന്നാലും എന്ത് ചെയ്യാ? ഒന്നും കൂടി എണ്ണ, പിന്നെ ഒന്നും കൂടി എണ്ണ. മനസ്സിലായോ പറഞ്ഞത്? ഇവരെ പറ്റി ഇനി എന്താ അടുത്തായിട്ട്? ദുന്യാവിനെ എത്ര ബഹുമാനിച്ച ഇവനെ നരകത്തിന്റെ ഹുതമ എന്ന് യഹ്സബു, അവൻ വിചാരിക്കുന്നത് അന്ന മാലഹു അഖ്ലദ, മുതലാണ് മനുഷ്യനെ നിലനിർത്തുന്നതെന്നാണ് അവൻ വിചാരിക്കുക. അല്ലടാ, ലയുംബദന്ന, അവനെ നിസ്സാരമായി എറിയും. ഫിൽ ഹുതമ, ഒടിച്ചു മുറിച്ചെറിയുന്ന നരകത്തിലേക്ക്. ഹത്മ, ഒടിക്കുക. ഈ ആയത്തിന് അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ സ്വഹാബികളോട് നബി പറഞ്ഞു, അവന്റെ മൂർത്തവും അവന്റെ കാലും മലക്കുകൾ പിടിച്ചിട്ട് അവനെ പൊട്ടിക്കൊണ്ടു. കമാ തുക്സിറുൽ ഖശബത്തു അല റുക്ബത്തി, അടുപ്പിൽ കൊള്ളാത്ത വിറകും കൊള്ളിയെ മുട്ടുകാലിലിട്ട് പൊട്ടിക്കും പോലെ. എന്താ പറഞ്ഞ? അടുപ്പിൽ കൊള്ളാത്ത വിറക് കൊള്ളിയെ മുട്ടുകാലിലിട്ട് പൊട്ടിക്കുന്നത് പോലെ യുക്സിറു, ഇവനെ പൊട്ടിക്കും. അതാണ് ഹുതമത്ത്. ഹുതമത്ത് എന്നാൽ ഒരായത്തുണ്ടല്ലോ അർ-റഹ്മാനിൽ, മൂർത്താവും പിടിക്കും കാലും പിടിക്കും. ഇതിനെ മലക്ക് മൂർത്താവും കാലും രണ്ടുകൂടി പിടിക്കണം. ഒറ്റ കയ്യിൽ പോണ്ടായിട്ടോ. മനസ്സിലായില്ല? ഒരു സാധനത്തിന്റെ 2 ഭാഗം കൂടി പിടിക്കണത് എന്തിനാടാ? ഇതിപ്പോ ഇങ്ങനെ പിടിച്ചാ പൊങ്ങോലോ, ഇങ്ങനെയും പിടിച്ച് ഇങ്ങനെയും പിടിച്ച്. ഇത് അങ്ങനെ പൊങ്ങൂല. മനസ്സിലായില്ല? ഇത് പൊക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാര്യയുടെ കുട്ടികളെ ഇങ്ങനെ പൊങ്ങണം. ഇതിനിങ്ങനെ വേണം, ഇതിങ്ങനെ തന്നെ പൊങ്ങോലോ. പിന്നെന്തിനാ? മൂർത്താവും കാലും 2 മലക്കുകൾ എന്തിനാ പൊട്ടിക്കണത്? ഇതും വടി പൊട്ടിക്കും. അതെന്തിനാ? എന്റെ പൈസ അതുകൊണ്ട് പൊട്ടിക്കുന്നില്ല. മനസ്സിലായോ? മലക്കുകൾ ഇവന്റെ മൂർത്താവും കാലും പിടിക്കും. എന്തിനാ? അവന്റെ നടുവില് പൊട്ടിക്കാൻ. എന്തുകൊണ്ട്? നിസ്സാരമാക്കേണ്ടതിനെ നിസ്സാരമാക്കാത്തത് കൊണ്ട് ഇന്ന് അള്ളവനെ നിസ്സാരമാക്കി. പറ
പറയടാ ദുന്യാവിനെ നിസ്സാരാക്കാത്തവർക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല. ഇതിനെ പൂജിക്കണ്ട. മനസ്സിലായില്ലേ? അത് മുശ്രിക്കിന്റെ സ്വഭാവമാണ്. എന്ത് വേലിക്കല്ലിന് വേണ്ടി പോയ ഒരു മൂത്തേർത്താരൻ എന്നോട് ഒരു തമിഴന്റെ സംഭവം പറഞ്ഞു. പഴയ കാലത്ത് വേലിക്കല്ല് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും. അപ്പൊ വേലിക്കല്ല് ഏൽപ്പിക്കാൻ വേണ്ടി പോയ നമ്മളൊരു നാട്ടുകാരനെ എന്ത് ചെയ്ത് അണ്ണന്റെ വാതിൽക്കൽ മുട്ടി. വേലിക്കല്ല് ഹോൾസെയിൽ കൊടുക്കുന്ന അണ്ണന്റെ വാതിൽക്കൽ മുട്ടിയിട്ട് അണ്ണൻ വാതിൽ തുറന്നു. വാതിൽ തുറന്നിട്ട് അണ്ണൻ കണ്ണുറക്കണില്ല. മനസ്സിലായില്ല? അണ്ണ ഇവനോട് വർത്താനം പറയുന്നില്ല, കണ്ണ് തുറന്ന് വർത്താനം പറയുന്നില്ല. അണ്ണൻ തപ്പാണ്. തപ്പിയിട്ട് പേസ് എടുത്തിട്ട് 25 പൈസ അതിന് എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അത് പേസ് വെച്ചിട്ട് പിന്നെയാണ് വർത്താനം പറഞ്ഞത്. തിരിഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങളോടൊരു സത്യം പറഞ്ഞത്? അതായത് അവരെ വീക്ഷണം കണി കാണുന്നത് പൈസ ആയിരിക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കി. എന്താണ് ഞാൻ ഇത്ര അന്തം വിടാൻ? അതായത് അണ്ണന്റെ വാതിൽക്കൽ പോയി രാവിലെ മുട്ടി. അണ്ണൻ എണീറ്റ്. പക്ഷെ അണ്ണൻ എന്തായില്ല, വാതിലൊക്കെ തുറന്നെങ്കിൽ എന്തായില്ല, കണ്ണൂർ നോക്കില്ല. കാരണം അണ്ണന്റെ മതം അനുസരിച്ച് ആദ്യം കണ്ണത് ഇവന്റെ മൂഞ്ചായ പറ്റൂല. ഈ കുരുത്തം കെട്ട മലയാളിന്റെ മൂഞ്ച് കണ്ടതുകൊണ്ട് അണ്ണന് വർക്കത്തുണ്ടാവില്ല. ആദ്യം കണ്ണത് പണാകം, പൈസ. ഇത് ശിർക്കിന്റെ രീതിയാ, മുശ്രിക്കിന്റെ രീതിയാ. മുഅ്മിനായ വില വെക്കാത്ത സാധനം. കൈ കിട്ടിയ പൈസ എറിയണമെന്നല്ല, ദുനിയാവിനെ നിസ്സാരപ്പെടുത്തണം. അത് വലിച്ചെറിയണമെന്നല്ല. നമ്മൾ കക്കൂസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിച്ചളയുന്നില്ലല്ലോ. പൊളിക്കുന്നത് പുതിയത് ഉണ്ടാക്കാനാണ്. അതില്ലെങ്കിൽ നമുക്ക് കാര്യം നടക്കില്ല. പക്ഷെ അത് സാധനം വളരെ നിസ്സാരമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ടത്, ദുനിയാവിന്റെ നിസ്സാരത്വത്തെ മനസ്സിലാക്കാത്ത ഒരു അബ്ദിനും അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. റഹ്മത്ത് ശരീരത്തിൽ ഉണ്ടാവണം, അല്ലാതെ തഖ്വ ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് രണ്ടിന്റെയും ഇടയിലാണ് ദീൻ. എന്തിന്റെയും ഇടയിൽ? തഖ്വയുടെയും റഹ്മത്തിന്റെയും. ഇൻഫാഖ് എന്ന് പറയേണ്ട മക്കളെ റഹ്മത്ത് പറഞ്ഞാൽ മതി. റഹ്മത്ത് അതാണ് ഒന്നുകൂടി നല്ല വാക്കും. റഹ്മത്തിന്റെ ഉൽപ്പന്നമാണ് എന്ത്? ഇൻഫാഖ് ചെലവഴിക്കൽ. റഹ്മത്ത് കരുണ. ലാ തുൻസഉ റഹ്മത്തു ഇല്ലാ മിൻ ശഖിയ്യിൻ. ദോഷിയാകുമ്പോൾ മാത്രമേ മനസ്സിൽ നിന്ന് കരുണ നീക്കം ചെയ്യപ്പെടുകയുള്ളൂ. ഇത് ലാ തുൻസഉ റഹ്മത്തു ഇല്ലാ മിൻ ശഖിയ്യിൻ. ലാ തുൻസഉ റഹ്മത്തു ഇല്ലാ മിൻ ശഖിയ്യിൻ. ദോഷിയാകുമ്പോൾ മാത്രമേ കരുണ നീക്കം ചെയ്യപ്പെടുകയുള്ളൂ. ഒരു മനുഷ്യന്റെ മനസ്സിൽ കരുണ ഇല്ലെങ്കിൽ ഉറപ്പിക്കാം, അള്ളാന്റെ റെക്കോർഡിൽ അവൻ ദോഷിയാണ്, ഉറപ്പ്. ലാ തുൻസഉ റഹ്മത്തു, കരുണ നീക്കം ചെയ്യപ്പെടുകയില്ല. ഇല്ലാ മിൻ ശഖിയ്യിൻ. പറയുടെ കുട്ടിയെ ഇല്ലാ മിൻ ശഖിയ്യിൻ. ദോഷിയിൽ നിന്നല്ലാതെ കരുണ നീക്കം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ ഒരു മനുഷ്യനെ അള്ളാഹു പറ്റ തള്ളിയാലേ അവന്റെ മനസ്സിന് എന്ത് പോകൂ? കരുണ പോകും. അതുകൊണ്ടാണ് ഏറ്റവും മോശപ്പെട്ടവൻ പലിശക്കാരനായത്. കാരണം പലിശക്കാരൻ എന്തുണ്ടാവില്ല? റഹ്മത്തുണ്ടാവില്ല. ഉറപ്പല്ലേ? എന്തുകൊണ്ട്? കടം വാങ്ങിയവൻ കുടുങ്ങിയിട്ടല്ലേ വാങ്ങിയത്? അവനെ ഒന്നുകൂടി കൊടുക്കാനാണല്ലോ എന്ത്? പലിശ. അപ്പോൾ റഹ്മത്ത് തീരല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ പലിശ ഉമ്മയെ വ്യഭിചരിക്കും പോലെയാണ് റസൂൽ പറഞ്ഞത്. ഏറ്റവും ചെറിയ പലിശ എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? വ്യഭിചരിക്കും പോലെ എന്നല്ല, ഉമ്മയെ വ്യഭിചരിക്കും പോലെ റസൂൽ പറഞ്ഞത്. ഏറ്റവും പറയുടെ കുട്ടി ഏറ്റവും അതിനാഹ പലിശയിൽ ഏറ്റവും ചെറിയ പലിശ ഒരാൾ തന്റെ ഉമ്മയെ വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ വത്അ് ചെയ്യുക. നിക്കാഹിന് വത്അ് എന്നും അർത്ഥമുണ്ട്. ഉമ്മയെ വ്യഭിചരിക്കും പോലെയാണ് ഏറ്റവും ചെറിയ. മനസ്സിലായില്ല? ഒരാൾ 2 റുപ്യാണ് ഒരാൾ കയ്യിൽ നിന്ന് പലിശ വാങ്ങിയതെങ്കിലും അത് എന്തിന്റെ കുറ്റത്തിന് സമമായിരിക്കും? ഉമ്മയെ വ്യഭിചരിച്ച കുറ്റത്തിന് സമം. അല്ലാഹു കാക്കട്ടെ. മനസ്സ് തുറന്ന് പറയാം, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. പഠിച്ചവനെ ഭയങ്കര ഏറ്റവും ചെറിയ